ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് കൊടും ഭീകരൻ ഹഫീസ് സയ്യിദിന് സുരക്ഷ കൂട്ടി പാകിസ്ഥാൻ. ലാഹോറിൽ ഹഫീസ് സയ്യിദിന്റെ വീടിന്റെ പരിസരം അടച്ചുപൂട്ടി കമാൻഡോകളെ വിന്യസിച്ചു. അതിനിടെ പാക് ചാരസംഘടന ISIയുടെ തലവൻ മുഹമ്മദ് അസീം മാലിക്കിന് പാക് സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതല കൂടി നൽകി. പഹൽഗാം അടക്കം ഇന്ത്യയിലെ പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ്. ലാഹോറിലെ തിരക്കേറിയ മൊഹല്ല ജോഹർ ടൗണിലെ വീട്ടിൽ പാക് സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് കൊടും ഭീകരൻ. ഹാഫിസ് സയ്യിദിന്റെ ജീവനെടുക്കാൻ ഇന്ത്യൻ ഏജന്റുമാർ എത്തുമെന്ന് ഭയക്കുകയാണ് പാകിസ്ഥാൻ. സൈന്യവും ISIയും ലഷ്കർ ഭീകരരും ചേരുന്ന വൻ സുരക്ഷാ വലയം വീടിന് ചുറ്റുമുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. സാധാരണക്കാർക്ക് പോലും വീടിന് മുന്നിലെ റോട്ടിലേക്ക് കടക്കാൻ അനുവാദമില്ല. അതേസമയം പാക് ചാരസംഘടനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതലയും പാകിസ്ഥാൻ നൽകി. 2022 മുതൽ ഈ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേസമയം കശ്മീരിൽ ആക്രമണം നടത്തിയ TRF എന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ നൽകുകയാണ് ഇപ്പോഴും പാകിസ്ഥാൻ. UN പ്രമേയത്തിൽ നിന്ന് TRFന്റെ പേര് വെട്ടിയത് പാകിസ്ഥാൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ പറഞ്ഞു. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലായിരുന്നു വിവാദ പ്രസ്താവന. 24 ഡൽഹി. ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ നേർക്കുനേർ ഇന്ത്യ പാക് നാവികസേനകൾ. കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഇരു സേനകളും നിലയുറപ്പിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം അതിർത്തിയിൽ തുടർച്ചയായ 7ാം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടിയുതിർത്തു. കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമായിരിക്കെ അറബിക്കടലിൽ മുഖാമുഖം നിൽക്കുകയാണ് ഇന്ത്യ പാക് നാവികസേനകൾ. ഗുജറാത്ത് തീരത്തിന് 85 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇന്ത്യയുടെ നാവികാഭ്യാസം. കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് പാക് പടക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനമെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തം. അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാര, ഉറി, അക്നൂർ സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വീണ്ടും വെടിയുതിർത്തു. തക്ക തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പ്രകോപനമില്ലാത്ത വെടിവെപ്പിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന DGMO ഹോട്ട്ലൈൻ മീറ്റിംഗിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാർത്താ വിഭാഗമായ ISPRന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും പാകിസ്ഥാൻ നടന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഇന്ത്യയിൽ നിരോധിച്ചു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്കായി വ്യോമപാത അടച്ച സാഹചര്യത്തിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ലേ ഹിന്ദുക്കുഷ് വ്യോമപാതയുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 26 നിരപരാധികളെ കൊന്ന ഭീകരരെ പിടികൂടാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് അവരെ ജീവനോടെ പിടികൂടുകയാണ് പ്രധാനം എന്നാണ് മറുപടി. ഏറെ വൈകാതെ പഹൽഗാമിന് ചുറ്റുമുള്ള വനമേഖലയിൽ നിന്നും ആ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. അനന്ത്നാഗിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 3D മാപ്പിംഗ് തയ്യാറാക്കാൻ NIA. ഭീകരരുടെ കൃത്യമായ ദൃശ്യവൽക്കരണം 3D മാപ്പിംഗിലൂടെ സാധ്യമാകും. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വിലയിരുത്തും. ഉപഗ്രഹ ചിത്രങ്ങൾ, അന്വേഷണ സംഘം ചിത്രീകരിച്ച പുൽമേടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയ സാങ്കേതിക ഡാറ്റകൾ എന്നിവയുമായി ചേർത്താണ് 3D മാപ്പിംഗ്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മാപ്പിംഗ് തയ്യാറാക്കുന്നത്. ആളുകളെ ആക്രമണമുണ്ടായ മേഖലയിലേക്ക് എത്തിക്കാതെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയും. NIA ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് 3D മാപ്പിംഗ് തയ്യാറാക്കുന്നത്. തിരിച്ചടിക്കാൻ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണ തേടി. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും അമേരിക്ക ഉറപ്പു നൽകി. തുടർ നടപടികളും നീക്കങ്ങളും ചർച്ച ചെയ്യാൻ നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ തുടരും. വ്യോമമേഖലയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇന്ത്യ കടന്നേക്കും. നിലവിലെ സുരക്ഷ, സൈനിക നീക്കം, പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലെ തുടർ നടപടികൾ എന്നിവ നിരീക്ഷിക്കാൻ രാജ്യതലസ്ഥാനത്ത് നിർണായക യോഗങ്ങളും കൂടിക്കാഴ്ചകളും തുടരും. വ്യോമമേഖലയിൽ ഏർപ്പെടുത്തിയ വിലക്കിനപ്പുറം പാകിസ്ഥാനെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. വിനീത VG, 24 ഡൽഹി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യസൂത്രധാരൻ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ കോടതിയുടെ അനുമതി. NIAയുടെ അപേക്ഷ പട്യാല ഹൗസ് കോടതി അംഗീകരിച്ചു.
നിലവിൽ തഹാവൂർ റാണ 12 ദിവസത്തെ കസ്റ്റഡിയിലാണ്. കോടതി അനുമതി ലഭിച്ചതോടെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിലെ വിദഗ്ധർ NIA ആസ്ഥാനത്തെത്തും. റാണയുടെ മുൻകാല ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കാനായി ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കും. NIA ചോദ്യം ചെയ്യലിൽ റാണ നിസ്സഹകരണം തുടരുകയാണ്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. പാട്ടിനോളം മൂർച്ചയുള്ള വാക്കുകളുമായി പുലിപ്പള്ളി കേസിൽ ജാമ്യം നേടിയ റാപ്പർ വേടന്റെ പ്രതികരണം. സമൂഹത്തിൽ ഇരട്ട നീതി എന്നത് തർക്കമില്ല. കേസ് വേദനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ എന്നെയും വേദനിപ്പിച്ചു എന്നായിരുന്നു വേടന്റെ മറുപടി. നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എൻ്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു, അത്രയാണ്. പൊതുസ്വത്താണ് വേടൻ. ഒരു കലാകാരൻ പൊതുസ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവൻ്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കേസിന്റെ കാര്യത്തിൽ വനം വകുപ്പിൽ തന്നെ വലിയ ഭിന്നതയുണ്ട്. ആദ്യം ഇത് സ്വാഭാവിക നടപടി എന്നൊക്കെ ന്യായീകരിച്ച വനം മന്ത്രി ഇന്നിപ്പോഴത് മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ പ്രതികരണത്തിൽ കണ്ടത്. അപ്പോൾ ഈ കേസെടുത്തതിൽ അനാവശ്യമായ തിടുക്കമുണ്ടായി വനം വകുപ്പിന് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറയാതെ പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വേടന്റെ പ്രതികരണം വരുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ വനംവകുപ്പ് ഓഫീസിലെത്തിയപ്പോഴാണ് ആ പ്രതികരണമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിജയമാറി, കേസുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലെന്ന് ഇനി വളരെ വ്യക്തമായി തന്നെ പറയാം. അത്തരത്തിലുള്ള പ്രതികരണമാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അസംതൃപ്തിയുണ്ട്. ഇതിനിടയിലാണ് വേടൻ ഇന്ന് ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഒപ്പ് ഇടാൻ വേണ്ടി എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണം വേടൻ നടത്തിയത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുതിരുത്തും എന്നൊരു പ്രതികരണത്തിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും വേടൻ കടന്നിരുന്നില്ല. ഇന്ന് വളരെ ക്ലിയറായി എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് ഈ വിഷയത്തിൽ വേടൻ പറഞ്ഞിരിക്കുന്നു. വലിയ പിന്തുണ വേടന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ നടക്കം ലഭിച്ചിരുന്നു. വേടനോട് ഇരട്ട നീതി കാണിച്ചു എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ വളരെ ശക്തമായിരുന്നു. അതിലാണ് വേടന് പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് അത് വർഷങ്ങളായി നിൽക്കുന്നതാണ് ഈ ഇരട്ട നീതി. അത് തനിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ഉണ്ടായ ഒന്നല്ല. പക്ഷേ ഈ കേസിന്റെ പശ്ചാത്തലം അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് ഇതിൽ ഇരട്ട നീതി സംഭവിച്ചിട്ടുണ്ട് എന്ന് വേടൻ വളരെ ക്ലിയറായി തന്നെ പറയുകയാണ്. അത് തൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വേടൻ വളരെ കൃത്യമായി പറഞ്ഞു. ഒപ്പം ഈ കേസിന്റെ നടപടിയിലേക്കുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വേടൻ തയ്യാറായില്ല. മന്ത്രിയുടെ അടക്കം പിന്തുണ വലിയ സന്തോഷം നൽകുന്നു എന്ന് വേടൻ പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ പിന്തുണയ്ക്ക് വലിയ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ പരമാവധി ആ വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കും. അത് താൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റാരും ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളടക്കം വലിയ ആരാധക സന്നാഹമുള്ള ഒരാളാണ് വേടൻ. അതുകൊണ്ട് അവരോടായി വേടൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. ഞാനത് മാറ്റാൻ അല്ലെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടാകും. ഈ കേസ് തനിക്ക് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഒരുപക്ഷെ കൂടുതൽ മൂർച്ചയുള്ള വാക്കുകൾ എഴുതാൻ വേണ്ടി പ്രചോദനമാകും എന്ന് പറഞ്ഞാണ് വേടൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഈ കേസ് തന്നെ ഒരു തരത്തിലും പിന്നോട്ടടിക്കില്ല. താൻ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരും. എന്താണോ താൻ പറയുന്നത്. ഇതിപ്പോ ഈ കേസെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥര് പെട്ടുപോകും. കാരണം കോടതി തന്നെ പ്രഥമ ദൃഷ്ടിയ അത്തരം ഒരു കേസ് നിലനിൽക്കില്ല. ഈ വേട്ട എന്നാൽ ആ വകുപ്പൊക്കെ എങ്ങനെ ഇതിൽ നിലനിൽക്കുമെന്ന് കോടതി തന്നെ വനംവകുപ്പിനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ കേസ് എടുത്ത് ആദ്യത്തെ ദിവസം തന്നെ ആ ചോദ്യം ഉന്നയിച്ചതാണ്. അപ്പോൾ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വേട്ടയാടിയ മൃഗത്തിന്റെ അതിന്റെ ശരീരഭാഗങ്ങൾ ആരെങ്കിലും കൈവശം വെച്ചാൽ അതേ വകുപ്പ് അവർക്ക് നിലനിൽക്കുമെന്നായിരുന്നു അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം. പക്ഷെ അത് കോടതിയിൽ പൊളിഞ്ഞല്ലേ? കടുത്ത തിരിച്ചടിയാണ് വനംവകുപ്പിന് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. വനംവകുപ്പ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ കോടതി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഥമ ദൃഷ്ടിയാൽ വേടനെതിരെ കുറ്റകൃത്യമില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഒപ്പം ശാസ്ത്രീയ തെളിവിന്റെ അഭാവം വളരെ ക്ലിയറായി തന്നെ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ നൽകാനായിട്ടില്ല. ആകെയുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്ത സാക്ഷ്യപത്രം മാത്രമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് പുലിപ്പല്ലാണെന്ന് അറിയാനും ഇതൊരു ക്രൈമായി കമ്മിറ്റ് ചെയ്യപ്പെടാനും സാധിക്കുക എന്ന് കോടതി ചോദിച്ചു. മൃഗവേട്ട
അടക്കമുള്ള വകുപ്പിന്റെ കാര്യം ആദ്യം മുതൽ തന്നെ നമ്മൾ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. കാരണം വേടൻ ഇത്തരത്തിൽ കാട്ടിൽ പോയി പുലിയെ വേട്ടയാടി പിടിച്ച് പല്ലെടുത്തു എന്ന കാര്യത്തിൽ വനംവകുപ്പ് പോലും അത്തരത്തിലുള്ള ഒരു ക്ലെയിം പറയുന്നില്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് മൃഗവേട്ട അവർക്ക് ചുമത്താൻ പറ്റുക എന്നൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെയുണ്ട്. കോടതിയും അക്കാര്യം പറഞ്ഞു. പക്ഷേ വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ വസ്തുക്കൾ അത് സൂക്ഷിക്കുന്നത് കുറ്റകരമാണ്. ഒരുപക്ഷെ ആ വകുപ്പ് ഈ പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചാൽ വേടനെതിരെ നിലനിൽക്കാൻ പോകുന്ന വകുപ്പ് അതായിരിക്കും. പക്ഷേ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് തുലാസിൽ തന്നെയാണ്. കാരണം മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലാണ്. അതുകൊണ്ട് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനം വകുപ്പ് ഇക്കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോവുകയാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള തിരിച്ചടി കൂടിയുണ്ട്. സർക്കാർ വനമന്ത്രി ഏതാണ്ട് ഉദ്യോഗസ്ഥരെ കൈവിട്ട മട്ടിലാണ് പ്രതികരിക്കുകയും ചെയ്തത്. വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രനും ഉദ്യോഗസ്ഥരും രണ്ടു തട്ടിൽ. കേസ് സ്വാഭാവികമെന്ന മുൻ നിലപാട് വനമന്ത്രി തിരുത്തി. കേസെടുക്കുന്നതിൽ എന്തിനായിരുന്നു ധൃതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദിച്ചു. അതേസമയം കേസിൽ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ മലക്കം മറിച്ചിൽ. വേടൻ രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണ്. കേസെടുത്ത നടപടി അന്വേഷിക്കാൻ ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിനെ നിയോഗിച്ചതായും A.K. ശശീന്ദ്രൻ. വേടൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് അതിയായ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, വലിയ സംഗീത വിദഗ്ധനാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. വേടന്റെ കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. കേസെടുക്കുന്നതിൽ എന്തിനായിരുന്നു ധൃതിയെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. പിന്നെ പുലിൻ്റെ നഖവും മറ്റേ പല്ലുമെല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണ്ടായി. എനിക്കൊരാൾ തന്നതാണ്, ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ നിലവിൽ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ വനം വകുപ്പിന് കുറ്റകൃത്യം തെളിയിക്കാനായില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ്. വേടനെതിരെ സമാനമായ മറ്റു കേസുകളുമില്ല. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ആദ്യം പുലിപ്പല്ല് കൊണ്ട് പുലിവാല് പിടിച്ചത് വേടനായിരുന്നു. എന്നാൽ കേസിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് വനം വകുപ്പാണ്. പിന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല വിമർശനങ്ങൾ ഒഴിവാക്കാൻ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ചിറക് വിടർത്തിയ വിഴിഞ്ഞം ഇനി പറക്കും. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഇന്ന് വൈകിട്ട് തലസ്ഥാനത്തെത്തുന്ന മോദി രാജ്ഭവനിലാകും തങ്ങുക. രാവിലെ 10:15 പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് പോകും. 10:30 വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി MSC സെലസ്റ്റീനോ മരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും. തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി. ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ട്. നഗരത്തിലുൾപ്പെടെ 1000-ഓളം പോലീസുകാരെ വിന്യസിക്കും. 10,000-ഓളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. പൊതുജനത്തിന് ചടങ്ങ് വീക്ഷിക്കാൻ വലിയ LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി വിവാദം മുറുകുകയാണ്. പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലാണ് മുന്നണികളുടെ വാക്പോര്. വൈകി വന്ന ക്ഷണം നിരസിക്കുകയാണെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക്? ഇതേ ചൊല്ലി വിവാദങ്ങൾ അലയടിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് LDF തട്ടിയെടുക്കുന്നു എന്നാണ് UDF പരാതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ്
കൊടുക്കാനും വാങ്ങാനും പറ്റുന്നതല്ല. അത് ജനങ്ങൾ നൽകേണ്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റില്ല. ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമുണ്ട്. ഞാനതിന് ദുഃസാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും UDF മറച്ചുവെക്കുന്നില്ല. വിഴിഞ്ഞത്തേക്ക് ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും. ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ LDFന്റെ നിശ്ചയദാർഢ്യമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: ഞാൻ പങ്കെടുക്കണ്ടു. അതേസമയം വിഴിഞ്ഞത്ത് പദ്ധതിയിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഫ്ലക്സുകളും നിരന്നു. വാക്കുപാലിച്ചെന്ന് CPIM. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച BJPയും വിഴിഞ്ഞത്ത് ഫ്ലക്സുകൾ നിരത്തി. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് തലസ്ഥാന നഗരവും വിഴിഞ്ഞവും. അജീഷ് ജയകുമാർ വിഴിഞ്ഞത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അജീഷ്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എത്രയോ തവണ ഈ വ്യാജ ബോംബ് ഭീഷണി നഗരത്തിൽ പലയിടത്തുമുണ്ട്. ഇന്നും അത്തരമൊരു സന്ദേശം തിരുവനന്തപുരത്തുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ അതിശക്തവുമാണല്ലോ. അപ്പോൾ ഈ ബോംബ് ഭീഷണിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെ ആയിരിക്കും നഗരം, അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ തിരുവനന്തപുരം നഗരം അങ്ങനെയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെയാണ് കർശന സുരക്ഷാ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇവിടെ നേരിട്ടെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് തന്നെയാണ്. എനിക്ക് പിന്നിൽ ആ വിഴിഞ്ഞം തല ഉയർത്തി നിൽപ്പുണ്ട്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി, അതിൻ്റെ കമ്മീഷനിങ്ങിനായിട്ട്. നാളെ പ്രധാനമന്ത്രി 10:15 വിഴിഞ്ഞത്ത് ഇവിടെ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുക. ഇന്ന് രാത്രി 7:30 പ്രധാനമന്ത്രി 7:50 തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യും. അവിടുന്ന് ആ റോഡ് മാർഗം രാജ്ഭവനിലായിരിക്കും അദ്ദേഹം തങ്ങുക. അതിനുശേഷം രാവിലെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് വിഴിഞ്ഞത്തേക്ക് എത്തുക. ഇവിടെ അദ്ദേഹം ആദ്യം ചെയ്യുന്നത്, ഇവിടെ MSCയുടെ ഒരു കപ്പലുണ്ട്. കപ്പലിനെ കണ്ടതിന് ശേഷമായിരിക്കും ഇവിടുത്തെ ബെർത്തും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അതിനുശേഷം 11 മണിയോടെയായിരിക്കും ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. 12 മണിയോടെ മടങ്ങുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷകളെല്ലാം പോലീസ് കർശനമായി ചെയ്യുന്നുണ്ട്. SPG സംഘത്തിന്റെ മേൽനോട്ടവുമുണ്ട്. 20 അംഗ SPG സംഘം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഈ പഹൽഗാം ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റോഡിലൂടെയുള്ള സഞ്ചാരം പരമാവധി കുറച്ചുകൊണ്ട് ഹെലികോപ്റ്റർ എയർ ലിഫ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഒരു റോഡ് ഷോ ഒക്കെ നേരത്തെ വിഴിഞ്ഞത്തേക്ക് ബൈപ്പാസ് വഴി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഈ ബോംബ് ഭീഷണി തുടർച്ചയായി 6ാം ദിവസം ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണിയൊക്കെ കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് കമ്മീഷനിങ്ങിൽ ബാക്കിയുള്ളത്. അപ്പോഴും അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് മുന്നണികൾ രംഗത്ത് തന്നെയുണ്ട്. ആ തർക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നാട്ടുകാരും ഒപ്പം തന്നെ മലയാളികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് ആയിട്ട്. ഇതുവരെ കഴിഞ്ഞ ജൂലൈയിലാണ് ഇതിന്റെ ട്രയൽ റണ്ണ് തുടങ്ങിയത്. നമുക്ക് അതിനുശേഷം നമ്മൾ പലതവണ കണ്ടതാണ്. ഏതാണ്ട് 250-ലധികം കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടു. ഏതാണ്ട് 5 ലക്ഷത്തിലധികം TU കണ്ടെയ്നറുകൾ ഇതുവരെയ്ക്ക് കൈകാര്യം ചെയ്തു. അങ്ങനെ 200 കോടിയിലധികം രൂപയുടെ വരുമാനം സംസ്ഥാനത്തിന് കിട്ടി. അങ്ങനെ എന്തായാലും അഭിമാന പദ്ധതിയുടെ കമ്മീഷനിങ്ങായി കാത്തിരിക്കുകയാണ് ഇവരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷയിലാണ് തലസ്ഥാന നഗരവും പ്രത്യേകിച്ച് വിഴിഞ്ഞവുമൊക്കെ. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് ആശാ വർക്കേഴ്സ്. രാപ്പകൽ സമരയാത്രയുടെ പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. തൊഴിലാളി ദിനത്തിൽ ആശാ വർക്കേഴ്സ് മെയ്ദിന റാലി നടത്തി. 43 ദിവസം നീണ്ട നിരാഹാര സമരത്തിനാണ് ഇന്ന് അവസാനമായത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നടന്നു. തൊഴിലാളി അവകാശങ്ങൾ കശാപ്പ് ചെയ്യുന്നുവെന്നാരോപിച്ച് ആശാ വർക്കേഴ്സ് മെയ്ദിന റാലിയും നടത്തി.
ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. 24 തിരുവനന്തപുരം. ആശാവർക്കേഴ്സ് സമരത്തെ പിന്തുണച്ചതിൽ തനിക്ക് വിലക്ക് നേരിടേണ്ടി വന്നെന്ന് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ്. ആശാപ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ തൃശൂരിലെ കൂട്ടായ്മ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് മല്ലിക സാരാഭായ് ഇക്കാര്യം അറിയിച്ചത്. ആരാണ് അഭിപ്രായം വിലക്കിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ചാൻസലർ പദവി ചൂണ്ടിക്കാട്ടിയാണ് അഭിപ്രായം വിലക്കാനുള്ള ശ്രമം നടന്നതെന്ന് മല്ലിക സാരാഭായ് 24നോട് പറഞ്ഞു. എന്നാൽ ചാൻസലർ എന്ന നിലയിലല്ല നിലപാട് സ്വീകരിച്ചതെന്നും മല്ലിക സാരാഭായ് പ്രതികരിച്ചു. കോട്ടയം കുമരകത്തെ റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്ന RSS അനുഭാവികളായ 18 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. ഭരണപരമായ സൗകര്യത്തിന് എന്ന പേരിലാണ് സ്ഥലം മാറ്റം. രഹസ്യയോഗം ചേർന്ന സംഭവം ഗൗരവതരമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ജനുവരി 17-നാണ് കുമരകത്തെ റിസോർട്ടിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായിരുന്നു. ഇനി വളർന്നുകൊണ്ടിരിക്കുമെന്ന അടിക്കുറിപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉദ്യോഗസ്ഥർ ഫോട്ടോയും പ്രചരിപ്പിച്ചു. RSS അനുഭാവികളായ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക ലക്ഷ്യത്തോടെ ഒത്തുചേർന്നതെന്ന ജയിൽ മേധാവിക്ക് പരാതികൾ ലഭിച്ചു. ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരലിൽ ചട്ടലംഘനമുണ്ടെന്ന ഇന്റലിജൻസിന്റെയും റിപ്പോർട്ടുണ്ട്. പിന്നാലെയാണ് നടപടി. യോഗത്തിൽ പങ്കെടുത്ത 18 പേരെ സ്ഥലം മാറ്റി. ഭരണപരമായ സൗകര്യത്തിനെന്ന പേരിലാണ് സ്ഥലം മാറ്റം. 13 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരെയും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെയുമാണ് സ്ഥലം മാറ്റിയത്. RSS അനുകൂല IAS ഉദ്യോഗസ്ഥർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു നടപടിയും എടുത്തില്ല. അതിന്റെ ഫലമാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. ഇപ്പൊ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ RSS അനുഭാവികളായ യോഗം ചേരുന്നു. അതിനൊക്കെ ഈ ഗവൺമെന്റ് കൂട്ടാണ്. കാരണം BJPയുമായി അന്തർധാരയുള്ള ഒരു ഗവൺമെന്റാണ് ഇവിടെ അധികാരത്തിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ പേരിലും ഒരു നടപടിയും ഉണ്ടാകില്ല. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും കൈക്കൊള്ളുന്നത്. 24 തിരുവനന്തപുരം. സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. ഹർജിക്കാരെ കോടതി വിമർശിക്കുകയാണ്. ഇത്തരം സമയത്ത് സേനയുടെ മനോവീര്യം കെടുത്തുകയാണോ വേണ്ടതെന്ന് കോടതി ഹർജിക്കാരോട് ചോദിക്കുന്നുണ്ട്. തർക്കങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ കോടതി ഇടപെടേണ്ട ഒരു വിഷയം അതിലില്ല എന്ന് ഹർജിക്കാരോട് കോടതി പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും കൈകോർത്ത് ഭീകരതയ്ക്കെതിരെ പോരാടേണ്ട നിർണായക മണിക്കൂറുകളാണ് ഇത് എന്നുകൂടി കോടതി ഹർജിക്കാരനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും വിഷയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലേക്ക് പോകാമെന്നാണ് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി നൽകിയ ആളോട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പൂരം പൊടിപൂരം. നാട്ടാനകൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാനില്ല. ഫിറ്റ്നസ് പരിശോധന കഴിയുന്നതോടെ ലിസ്റ്റിലുള്ള ആനകളുടെ എണ്ണം കുറയുന്നതാണ് പ്രതിസന്ധി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പൂരത്തിന് ഇങ്ങനെ നിരന്നു നിൽക്കാൻ ലക്ഷണമൊത്ത 120 ആനകൾ വരെ വേണ്ടിടത്താണ് അതിന്റെ പകുതി പോലും ലഭ്യമാകാതെ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും പകൽ പൂരത്തിന് 15 വീതം ലക്ഷണമൊത്ത ആനകൾ വേണം. രാത്രി പൂരത്തിനും പിറ്റേ ദിവസത്തെ പൂരത്തിനും ആനകളെ മാറ്റി എഴുന്നള്ളിക്കുകയാണ് പതിവ്. എന്നാൽ നാട്ടാനകൾ കുറഞ്ഞതോടെ എഴുന്നള്ളിച്ച ആനകളെ വീണ്ടും എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയായി. നമുക്ക് ആനകളില്ല പൂരത്തിന് എഴുന്നള്ളിക്കാനായിട്ട്. അത് ഗവൺമെന്റ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രിയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദേവസ്വത്തിന്റെ കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന ആനകൾ ഇനി പുറത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാട്ടിലുള്ള ആനകളെ പിടിച്ച് ഇതാക്കി തരുന്നില്ലെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല എല്ലാ ഉത്സവങ്ങളെയും അത് ബാധിക്കുന്ന രീതിയിലാണുള്ളത്. 8 ഘടകപൂരങ്ങൾക്കുമായി തിരുവമ്പാടിയും പാറമേക്കാവുമാണ് ആനകളെ നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ വനംവകുപ്പ് അനുമതി നൽകിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചടങ്ങിന് പോലും ആനയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താ വെച്ചാൽ ഈ ആനകളെ കൊടുത്തില്ലെങ്കിൽ നടത്താൻ പറ്റില്ല പൂരം. ഇനി കൂടുതൽ കൊണ്ടുവന്നില്ലെങ്കിൽ 5-6 കൊല്ലം കണ്ടില്ല ആന പൂരം തന്നെ നിന്ന് പോകും. കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ പ്രതിസന്ധി കൂടി വരും. പൂരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വനംവകുപ്പ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ദേവസ്വങ്ങളുടെയും പൂരപ്രേമികളുടെയും പ്രതീക്ഷ. ഫിറ്റ്നസ് അനുമതി ലഭിക്കുന്ന ആനകളെ മാത്രമേ പൂരത്തിന് എത്തിക്കാനാകൂ.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാനുള്ള NOC ലഭിച്ചില്ലെങ്കിൽ പൂരത്തെ അത് സാരമായി ബാധിക്കുമെന്നാണ് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത്. സുമിത്തിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 തൃശൂർ. മലപ്പുറം കവളപ്പാറയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനം വകുപ്പ് ചികിത്സ തുടങ്ങി. വൈദ്യുത പോസ്റ്റ് ദേഹത്ത് വീണ് പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകിയില്ല എന്ന വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. കവളപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഇപ്പോൾ കാട്ടാനയുള്ളത്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് കാടിറങ്ങിയ ആന കവളപ്പാറയിലെത്തിയത്. തെങ്ങുകൾ കുത്തിമറച്ചിടുന്നതിനിടയിൽ വൈദ്യുതി പോസ്റ്റ് ദേഹത്തേക്ക് മറിഞ്ഞു വീണു. വാലിനും കാലിനും ആഴത്തിലുള്ള മുറിവേറ്റു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിക്കുമ്പോൾ കാട്ടിലേക്ക് കയറുമെങ്കിലും ഉടൻ തന്നെ ആന തിരിച്ചു വരുന്നത് നാട്ടിൽ ഭീതിയുണ്ടാക്കി. ആനയുടെ പരിക്കിന് ചികിത്സ നൽകിയില്ലെന്ന 24 വാർത്തയെ തുടർന്ന് അടിയന്തര ഇടപെടൽ. വനം വകുപ്പ് ചികിത്സ ആരംഭിച്ചു. ചക്കയിലൂടെയാണ് മരുന്ന് ആനയ്ക്ക് നൽകുന്നത്. മരുന്നൊക്കെ അവർ എറിഞ്ഞ് ചക്കക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് കുറേ തിന്ന് കുറേ തുപ്പിക്കളഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ആദ്യം കാണുന്നേക്കാളും കുറച്ചുകൂടി നടക്കാൻ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല, ശല്യം ചെയ്യുന്നൊന്നുമില്ല, ആകാരത്തേക്ക് ഓടി വരുന്നൊന്നുമില്ല, തിരിഞ്ഞു നിൽക്കും. പിന്നെ മണത്തോളം മറ്റേ ആകാരത്തിൽ ചാടി വരുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ചികിത്സിക്കാൻ 4 ദിവസങ്ങൾക്ക് മുൻപ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ആന ഓടിച്ചിരുന്നു. കവളപ്പാറയിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ചികിത്സ നൽകണമെന്ന കൂടിയാണ് നാട്ടുകാരുടെ ആവശ്യം. 24 മലപ്പുറം. തമിഴ്നാട് തിരുപ്പൂരിൽ നഴ്സിനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. 25-കാരിയായ മധുരൈ സ്വദേശി ചിത്രയാണ് കൊല്ലപ്പെട്ടത്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ഇത് ജോലിക്കിടയിലാണോ ഈ നഴ്സിന് ഇത്തരമൊരു അവസ്ഥയുണ്ടായത്? അതിൽ പ്രതിയെപ്പറ്റി സൂചനകളുണ്ടോ? എവിടെയായിരുന്നു ഈ സംഭവം? വിജയകുമാർ, ഇന്ന് രാവിലെ ജോലിക്ക് എത്തിയപ്പോഴാണ് ഈ യുവതിക്ക് നേരെ ഈ ക്രൂരമായ ആക്രമണവും അത് കൊലപാതകത്തിലേക്ക് എത്തിയതും എന്നാണ്, യുവതി കൊല്ലപ്പെട്ടതും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം അതിരാവിലെയാണ് ഈ സംഭവം ഉണ്ടായതായി മനസ്സിലാക്കുന്നത്. യുവതി ഇത്തരത്തിൽ ഈ നഴ്സിൻ്റെ വസ്ത്രം തന്നെ ധരിച്ചാണ് എത്തിയിരുന്നത്. അതിൽ നിന്നാണ് മരിച്ചത് നഴ്സാണ് എന്ന് മനസ്സിലാക്കിയത്. ഈ പലയിടത്തെ കളക്ട്രേറ്റ്, തിരുപ്പൂർ കളക്ട്രേറ്റിന് തൊട്ടടുത്തായി ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്താണ് രക്തത്തിൽ കുളിച്ച നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അങ്ങനെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ ക്രൂരമായി ഈ കല്ലുകൊണ്ട് തലയ്ക്കും കയ്യിലുമൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. തലയുടെയൊക്കെ ഒരു ഭാഗം ഏതാണ്ട് ചിന്നിച്ചിതറുന്ന രീതിയിലുള്ള ക്രൂരമായ അടിയാണ് ഉണ്ടായത്. കയ്യുമൊക്കെ വേർപെട്ടു പോകുന്ന തരത്തിൽ കയ്യിലൊക്കെ കല്ലുകൊണ്ട് ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇത് 25-കാരിയായിട്ടുള്ള ചിത്രയുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തുന്നത്. തൊട്ടടുത്ത ഡെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ നേഴ്സായി ജോലി ചെയ്യുകയാണ്. അങ്ങനെ മധുരൈ സ്വദേശിയാണ്, 25-കാരിയാണ്. 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ഈ യുവതിക്ക്. 20 ദിവസം മുൻപ് മാത്രമാണ് തിരുപ്പൂരിലേക്ക് എത്തിയതെന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത സമയം കൊണ്ട് ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ഈ യുവതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ആക്രമണവും കൊലപാതകവുമാണോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും തേടിയെത്തി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. എന്തായാലും കളക്ട്രേറ്റിന്റെ മൂക്കിന് തുമ്പിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്, കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ പ്രതിയെ സംബന്ധിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. വിജയകുമാർ. പ്രതിയെ പറ്റി സൂചനകളൊന്നുമില്ല. 25-കാരിയാണ്, മധുര സ്വദേശിയാണ് ചിത്ര കൊല്ലപ്പെട്ടു. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ചെരുപ്പെന്ന് പോലീസ്. സംഭവത്തിൽ 2 ബീഹാർ സ്വദേശികളാണ് കസബ പോലീസിന്റെ പിടിയിലായത്. അക്രമികളിൽ നിന്ന് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി കുതറി ഓടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു.
ബീഹാർ സ്വദേശികളായ ഫൈസാൻ അൻവർ, ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. കസബ CI കിരൺ സി നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും സീൻ ഒന്നുകൂടെ പരിശോധിക്കാൻ നമ്മുടെ സ്ക്വാഡും ഞാനും എല്ലാം വീണ്ടും സീൻ പരിശോധിച്ചാൽ അവിടുന്ന് ഈ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് നമുക്ക് കിട്ടി. അതൊരു വഴിത്തിരിവ് തന്നെയാണ്. ആ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് പരിശോധിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിപ്പിച്ചു, പക്ഷേ നമുക്ക് റിസൾട്ട് ഉണ്ടായില്ല. എന്നാൽ നമ്മൾ അല്ലാതെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സിമെൻറ്റിൻ്റെ അംശം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്, കെട്ടിട പണിക്കൊക്കെ ഉള്ള ആരെങ്കിലും തൊഴിലാളികളായിരിക്കും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോക്കൽസിനെയും അന്യസംസ്ഥാന തൊഴിലാളികളെ എല്ലാം ചോദ്യം ചെയ്തപ്പോൾ സംഭവ സ്ഥലത്തിന് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റെയ്ഡ് നടത്തുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവരെ ഇത് കൺഫസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും പോലീസ് പറഞ്ഞു. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ വിമർശനവുമായി കോടതി. ഇത്തരം സമയത്ത് സേനയുടെ മനോവീര്യം കെടുത്തുകയാണോ എന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. വിമർശനത്തിന് പിന്നാലെ ഹർജി പിൻവലിച്ചു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, കോടതിയിൽ എന്താണ് നടന്നത്? രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഹർജിക്കാരൻ അത് പിൻവലിച്ചു അല്ലേ? അതെ വിജയകുമാർ, ഈ ജുഡീഷ്യൽ അന്വേഷണം വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം സംഭവത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതി നൽകിയത്. അതിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ച് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ അഭിഭാഷകനോട് രൂക്ഷമായ ഭാഷയിൽ, ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. അതായത് ഈ ഒരു സമയത്ത് സൈന്യത്തിൻ്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നായിരുന്നു ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ തർക്കങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പോലുള്ള സാധ്യതകളിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയൂ. പക്ഷേ ഇവിടെ വിഷയം മറ്റൊന്നാണ് എന്നുകൂടി ഹർജിക്കാരനോട് പറഞ്ഞു. വിഷയത്തിൻ്റെ വൈകാരിക സ്വഭാവം മനസ്സിലാക്കണം. ഈ ഒരു സമയത്ത് ഇന്ത്യയിലെ ഓരോ പൗരനും കൈകോർത്ത് ഭീകരതയ്ക്കെതിരെ പോരാടേണ്ട ഈ നിർണായക മണിക്കൂറുകളാണിത്. അതുകൊണ്ട് തന്നെ പക്വതയോടുകൂടി വേണം പെരുമാറാൻ എന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൻ്റെ ഈ വിദ്യാർത്ഥികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ഹൈക്കോടതിയിൽ സമീപിക്കാൻ കൂടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും വിമർശനങ്ങൾക്ക് പിന്നാലെ ഹർജി പിൻവലിക്കാം എന്നൊരാവശ്യം ഹർജിക്കാരൻ മുന്നോട്ട് വയ്ക്കുകയും അതിന് സുപ്രീം കോടതി അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി. വിജയകുമാർ. കടുത്ത വിമർശനം ഉണ്ടായതിനെ തുടർന്ന് ഹർജിക്കാരൻ ആ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹർജിക്കാരൻ തന്നെ ഈ വിമർശനത്തെ തുടർന്ന് പിൻവലിച്ചിരിക്കുകയാണ്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കെട്ടിട പെർമിറ്റിന് ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിയ കേസിൽ കൊച്ചി കോർപ്പറേഷനിൽ വിജിലൻസിന്റെ തുടർ പരിശോധന. വൈറ്റിലയിലെ സോണൽ ഓഫീസിലാണ് പരിശോധന. പിടിയിലായ സ്വപ്നയുടെ ബാഗിൽ നിന്ന് 45,000 രൂപ കൂടി വിജിലൻസ് കണ്ടെടുത്തു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ വൈറ്റിലയിലെ സോണൽ ഓഫീസ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ വലിയ കൈക്കൂലി പണയിടപാടുകൾ നടക്കുന്നുവെന്ന് പരാതിയുണ്ട് എന്ന് ഇന്നലെ ശ്യാം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത വന്ന ഘട്ടത്തിൽ. അപ്പോൾ അവിടെ വിജിലൻസ് നടത്തുന്ന പരിശോധന അതുകൊണ്ട് തന്നെ പ്രധാനവുമാണ്. കൂടുതൽ അഴിമതിക്കാരെ അവിടെ നിന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ വിജിലൻസിന് കഴിയുമോ ഈ പരിശോധനയിൽ? വിജയകുമാർ, എന്തായാലും വൈറ്റിലയിലെ കോർപ്പറേഷനിലെ സോണൽ ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. വിജിലൻസിന്റെ സംഘം രാവിലെ 11:00 ഇവിടെ എത്തിയത്. പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. വിജിലൻസ് CI ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. നമുക്കറിയാം, കൈക്കൂലി വാങ്ങിയ കേസിലാണ് അറസ്റ്റ്. 15,000 രൂപയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഒരു ബിൽഡിങ്ങിന് കെട്ടിട പെർമിറ്റിനായി അനുവദിക്കുന്നതിനാണ് ഇത്തരത്തിൽ കൈക്കൂലി പണം ആവശ്യപ്പെട്ടത്. അങ്ങനെ 4 മാസത്തോളം പരാതിക്കാരൻ നിരന്തരമായി ഈ ഓഫീസിൽ കയറിയിറങ്ങി. പക്ഷേ അപേക്ഷകൻ എന്ന നിലയിൽ പലപ്പോഴും ഇത് ചോദിച്ചപ്പോൾ പിന്നീട് വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് പണം ആവശ്യപ്പെട്ടു. അങ്ങനെ പണം കൈമാറുന്നതിനിടയിലാണ് ഇന്നലെ പൊന്നൂരിന് പാലത്ത് സമീപിച്ച് വിജിലൻസിന്റെ വലയിൽ ആവുന്നത്. എന്തായാലും ഈ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ അങ്ങനെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുണ്ടെന്ന ഒരു പരാതികളെല്ലാം തന്നെ നേരത്തെ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിജിലൻസിന്റെ നേരത്തെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കിയിരുന്നു. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ
പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇതിൽ ആദ്യ പേരുകാരി തന്നെയായിരുന്നു സ്വപ്ന. അങ്ങനെ മാസങ്ങളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ 10,000 രൂപ അങ്ങനെ കൈക്കൂലി വാങ്ങുന്നതിലാണ് ഇവരെ വിജിലൻസ് സംഘം പിടികൂടുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് സ്വപ്നയുടെ ക്യാബിനാണ്. ഇവിടെ നിന്ന് ചില രേഖകൾ ഇപ്പോൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ സ്വപ്നയുടെ കാറിൽ നിന്ന് 45,000 രൂപയും പിടിച്ചെടുത്തിരുന്നു. ഇത് കൈക്കൂലിയായി ലഭിച്ച പണമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻപ് കെട്ടിട പെർമിറ്റ് നൽകിയ രേഖകളെല്ലാം തന്നെ ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശദമായ പരിശോധന ഈ ഓഫീസിൽ നടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സ്വപ്ന ഉണ്ടായിരുന്നത്. എന്തായാലും സ്വപ്നയുടെ ഈ ഓഫീസിലെത്തി പരിശോധന തുടരുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്വപ്നയെ തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഓഫീസിൽ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ ചില രേഖകൾ പിടിച്ചെടുത്തതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ വിശദമായ ഒരു പരിശോധന ഇനിയുള്ള ദിവസങ്ങളിൽ തുടരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് വളരെ നാടകീയമായാണ് പൊന്മുരുന്ന് പാലത്തിന് സമീപം വെച്ച് സ്വപ്നയെ പിടികൂടിയത്. തൃശ്ശൂരിലെ അവരെ നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വിജിലൻസ് സംഘം അവരെ പിടികൂടിയത്. എന്തായാലും വിജിലൻസിന്റെ പരിശോധന ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. യെസ്, വിജിലൻസിന്റെ പരിശോധന തുടരുന്നു. ഇന്നലെയാണ് സ്വപ്ന എന്ന ഉദ്യോഗസ്ഥയെ കൈക്കൂലിപ്പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത്. അവരുടെ ബാഗിൽ നിന്ന് 45,000 രൂപ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ വൈറ്റിലയിലെ ഓഫീസ് അതൊരു സോണൽ ഓഫീസാണ് കോർപ്പറേഷൻ്റെ. അവിടെ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വലിയ പരാതി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. അപ്പോൾ ഈ അഴിമതിക്കാരായ കൂടുതൽ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ രേഖകൾക്കായി ED ഇനിയുമേറെ കാത്തിരിക്കണം. SFIO കുറ്റപത്രത്തോടനുബന്ധിച്ചുള്ള 1,00,000-ലേറെ രേഖകളുടെ പകർപ്പെടുക്കാനുള്ള അസൗകര്യത്തെ തുടർന്നാണ് EDക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്. രേഖകൾ കിട്ടുന്നത് വൈകിയാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് EDക്ക് പ്രതിസന്ധിയുണ്ടാവും. 25,000 പേജുകളടങ്ങിയ അനുബന്ധ രേഖകളാണ് കുറ്റപത്രത്തിനൊപ്പം SFIO സമർപ്പിച്ചത്. ഇതിന്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. അനുബന്ധ രേഖകളുടെ പേജുകളുടെ ബാഹുല്യം കാരണം കോടതിയിൽ പകർപ്പെടുക്കാൻ സൗകര്യമില്ലെന്ന് വിചാരണ കോടതി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. പകർപ്പെടുക്കുന്നതിനായി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അടക്കം കൊണ്ടുവരാമെന്ന് ED അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കാൻ വിചാരണ കോടതി തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ കേസിലെ ED അന്വേഷണം തടസ്സപ്പെടും. നേരത്തെ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് വിചാരണ കോടതി EDക്ക് കൈമാറിയിരുന്നു. തുടർന്ന് അനുബന്ധ രേഖകൾ കൂടി നൽകണമെന്ന് ED ആവശ്യപ്പെടുകയും ചെയ്തു. കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ബർത്ത്ഡേ പാർട്ടിയിൽ ലഹരിമരുന്ന് ഉപയോഗം പോലീസിനെ അറിയിച്ചെന്ന സംശയത്തിൽ എറണാകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൈ തല്ലിയൊടിച്ചു. കർണാടക സ്വദേശി ചന്ദ്രനെയാണ് ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ മദ്യപ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 3 പേർക്ക് പരിക്കേറ്റു. ഇടപ്പള്ളി ടോളിലെ നേതാജി റോഡിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു സംഭവം. ബർത്ത്ഡേ പാർട്ടിക്കെത്തിയ യുവാവ് മയക്കുമരുന്ന് ഉപയോഗമുണ്ടെന്ന സംശയത്തെ തുടർന്ന് അപ്പാർട്ട്മെന്റിൽ കയറിയില്ല. ഇതോടെയാണ് വിവരം പോലീസിൽ അറിയിച്ചു എന്ന് സംശയിച്ച് മറ്റുള്ളവർ ചേർന്ന് യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തത്. യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന 34,000 രൂപയും തട്ടിയെടുത്തു. കാക്കനാട് തുടിയൂർ സ്വദേശി ഷാനു, മൈസൂർ സ്വദേശികളായ തേജ, വിനയ്, നന്ദൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രിയാണ് വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ മദ്യപ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. സുൽത്താൻ ബത്തേരി സ്വദേശി വിഷ്ണുവിന്റെ കഴുത്തിന് വെട്ടേറ്റു. പുത്തൻകുന്ന് കാര്യംപാതി ഉന്നതിയിലെ അപ്പു, നമ്പ്യാർകുന്ന് കുറുമക്കൊല്ലി ഉന്നതിയിലെ വിഷ്ണു എന്നിവർക്കും പരുക്കേറ്റു. ബാറിൽ മദ്യപിക്കുന്നതിനിടെ പുകവലിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം തുടങ്ങി. 24 കോഴിക്കോട്. കോഴിക്കോട് വീണ്ടും ലഹരി മരുന്ന് വേട്ട. MDMAയുമായി മലപ്പുറം സ്വദേശിയാണ് അറസ്റ്റിലായത്. രാമനാട്ടുകരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. ഗോവിന്ദപുരത്തെ ലോഡ്ജിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 50,000 രൂപ വില മതിക്കുന്ന 11.31 ഗ്രാം MDMA കണ്ടെടുത്തു. സംഭവത്തിൽ മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി ചോലയിൽ മുബഷീറാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത്. നഗരത്തിലെ പ്രധാന മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് പരിശോധന ഭയന്ന് ഉപേക്ഷിച്ച കഞ്ചാവാണ് രാമനാട്ടുകരയിൽ നിന്ന് കണ്ടെടുത്തത്. മുട്ടിയറ റോഡിന് സമീപത്തുള്ള പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് 2 കിലോ വരുന്ന കഞ്ചാവ് പൊതി കണ്ടെത്തിയത്. സംഭവത്തിൽ ഫറൂഖ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കരയിൽ 76-കാരിയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി. വെട്ടിക്കവല ചിരട്ടക്കോണം സ്വദേശിനി ഓമനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ഇളയ മകൾക്കൊപ്പമായിരുന്നു ഓമനയും കുട്ടപ്പനും താമസിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മണ്ണടിയിൽ താമസിക്കുന്ന മൂത്ത മകളെ വിളിച്ച് ഓമനയ്ക്ക് സുഖമില്ലെന്ന് കുട്ടപ്പൻ അറിയിച്ചു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇളയ മകൾ തട്ടി വിളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ഓമനയെ കണ്ടത്. കൊട്ടാരക്കര പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതോടെയാണ് കൊലപാതക കാരണം വ്യക്തമായത്. കശുവണ്ടി തൊഴിലാളിയായ ഓമന പെൻഷനായി ലഭിച്ച തുക കുട്ടപ്പനറിയാതെ മറ്റൊരാൾക്ക് നൽകിയതായിരുന്നു പ്രകോപനത്തിന് കാരണം. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കുട്ടപ്പൻ ഓമനയെ കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുട്ടപ്പൻ സമ്മതിച്ചിരിക്കുന്നത് പെൻഷനായിട്ട് ലഭിച്ച കുറച്ച് തുക മറ്റൊരാൾക്ക് വായ്പ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി ചോദ്യത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കൊട്ടാരക്കര. കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെ നടപടി. പ്രതികളെ പിടികൂടുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ കൊലപാതകത്തിൽ പോലീസിന് അടിമുടി വീഴ്ചയുണ്ടായതായാണ് SP ജില്ലാ പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. മംഗളൂരു റൂറൽ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ KR, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര P, കോൺസ്റ്റബിൾ യെല്ലാലിംഗ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്താൻ വൈകി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യസമയത്ത് മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചില്ല. ആക്രമണം നടന്ന 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതികളിൽ ചിലരെയെങ്കിലും പിടികൂടിയത്. ഇതിനോടകം 1-ാം പ്രതി ഉൾപ്പെടെ രക്ഷപ്പെട്ടിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴിയെടുക്കുന്നതിലും വീഴ്ചയുണ്ടായി. അന്വേഷണം ഇപ്പോൾ കൃത്യമായാണ് നടക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം പോലീസ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. 24 ചെന്നൈ. യുക്രൈനുമായി ചരിത്രപരമായ ധാതു കൈമാറ്റ കരാർ ഒപ്പിട്ട അമേരിക്ക. കരാറിലൂടെ യുക്രൈന്റെ അപൂർവ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള ലാഭവും റോയൽറ്റിയും അമേരിക്കയുമായി യുക്രൈൻ പങ്കുവയ്ക്കും. പകരം യുക്രൈന്റെ പ്രതിരോധത്തിലും യുദ്ധാനന്തരം യുക്രൈന്റെ പുനർനിർമ്മാണത്തിലും അമേരിക്ക സാമ്പത്തിക സഹായം ഉറപ്പാക്കും. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. കരാറിന്റെ ഭാഗമായി രൂപം നൽകുന്ന US യുക്രൈൻ പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ടിൽ അമേരിക്കയ്ക്കും യുക്രൈനും തുല്യ അവകാശമായിരിക്കും. ഇരു രാജ്യങ്ങൾക്കും തുല്യ വോട്ടവകാശമുണ്ടാകും. റഷ്യയ്ക്ക് യുദ്ധസഹായം നൽകിയ ഒരു രാജ്യത്തിനും യുക്രൈന്റെ പുനർനിർമ്മാണത്തിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും കരാർ പറയുന്നു. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾക്കുമേലുള്ള നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കുന്നതും നീതിയുക്തവുമാണ് കരാറെന്ന് പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഹാൽ വ്യക്തമാക്കി. അമേരിക്ക യുക്രൈനിലെ യുദ്ധത്തിന് ചെലവഴിച്ച തുകയുടെ തിരിച്ചടവ് ഈ കരാറിലൂടെ ഉറപ്പാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. സ്വതന്ത്രവും പരമാധികാരവും സമ്പന്നവുമായ യുക്രൈൻ സൃഷ്ടിക്കുന്നതിന് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് സ്കോട്ട് ബെസൻ വ്യക്തമാക്കി. ധാതു കൈമാറ്റ കരാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതിയിരുന്നെങ്കിലും വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞിരുന്നു. പിന്നീട് നടന്ന 2 മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രായേലിലെ ജെറുസലേമിൽ കാട്ടുതീ പടരുന്നു. ബുധനാഴ്ച രാവിലെ ജെറുസലേം കുന്നുകളിലുണ്ടായ കാട്ടുതീ വൈകുന്നേരത്തോടെ ലാട്രൂൺ, നെവ്ഷാലോം, എഷ്തോവോൾ എന്നിവിടങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഇതുവരെ 2900 ഏക്കർ ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാട്ടുതീ വ്യാപിക്കാൻ കാരണമായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഗ്രീസും ഇറ്റലിയും ക്രൊയേഷ്യയും കൂടുതൽ അഗ്നിശമന സാമഗ്രികൾ ജെറുസലേമിലേക്ക് എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ. വത്തിക്കാനിലെത്തി ഹോങ്കോങ്ങിൽ നിന്നുള്ള സംഘം. പീസ് ആൻഡ് ലൈറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സംഘം വത്തിക്കാനിലെത്തിയത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ അടങ്ങുന്ന സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹോങ്കോങ്ങിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ റോമിലും വത്തിക്കാനിലും എത്തിയതാണ് ഈ ഹോങ്കോങ്ങിൽ നിന്നുള്ള സംഘം. അതിൽ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അതുപോലെ തന്നെ മാന്ദ്യം സംഭവിച്ച ഒരുപക്ഷെ ബുദ്ധി വെല്ലുവിളി നേരിടുന്ന കുട്ടികളുമുണ്ട്. അവർ പീസ് ആൻഡ് ലൈറ്റ് എന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അവരെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദം തേടി എത്തിയതാണ്. പക്ഷേ അവരെത്തുമ്പോഴേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പക്ഷേ അവർക്കൊരു ഭാഗ്യം കിട്ടിയത് മാർപ്പാപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവർക്ക് സാധിച്ചു. ഏപ്രിൽ 25-ാം തീയതി
അവരെ വത്തിക്കാനിലെത്തി. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇവർക്ക് പ്രത്യേകം സൗകര്യം വത്തിക്കാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ മാർപ്പാപ്പയുടെ അടുത്ത് പോയി ലാസ്റ്റ് അവർക്ക് ആദരവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൂടെ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു അവർ. ഇതേക്കുറിച്ച് ഇവരുടെ ലീഡറായിട്ടുള്ള ഗ്രേസി ടോങ് സംസാരിക്കും. മിസ് ഗ്രേസി, you are here in Hong Kong. Yes. From Hong Kong you came to Rome, but you couldn't see the Pope live, but you could pay the last respect to Pope Francis. How do you experience your group from Hong Kong? Oh, you know, we came here with the community of the Faith and Night, Hong Kong. And then we, in fact, before we were planted 1 year ago, we expected to see the Pope on the 29th. They're supposed to have a program at 11 o'clock. We can see them. So we all come here, prepare for a year ago for this day. And then it just that the week that we planned to come, and then Pope Francis passed away to return to our Father. So it was sad, but at least we just arrived the time that we still can pay our respect, the homage to him with our group. We are very, very praise the Lord that we have this opportunity to participate also to funeral. New Pope is being selected by the conclave next days. And what's your prayers? We just pray. I think God will make that all the selection. They choose the person. Are you so happy that the Chinese Church is unified during the time of Pope Francis? Yes, it is really. Everything is have to be God, and we are. In fact, it's all belief in God that to lead our life, and it is a great family that we all are Chinese. We are really hope that we are all union together. ചൈനീസ് കാത്തലിക് ചർച്ചിൽ നിന്ന് ഇവിടെ വന്ന് വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനും അവസാനം ഒരു നോക്കു കാണാനും കഴിഞ്ഞവരാണ് ഇവർ. അവരതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, അതിൽ വൈദികരും സന്യസ്തരും അടക്കമുള്ളവരുണ്ട്. അതിന് ലീഡറായിരിക്കുന്ന ഗ്രേസി ടോങ് അടക്കം എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. വിപിൻ വേളിയോടൊപ്പം PP ജെയിംസ്, 24 ഫ്രം റോം. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 24 ഗ്ലോബൽ കണക്ട് എഡ്യൂക്കേഷൻ എക്സ്പോ നാളെയും മറ്റന്നാളും കൊച്ചിയിൽ നടക്കും. ഫോറം മാളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. വിവിധ കോഴ്സുകൾ, അഡ്മിഷൻ ഓപ്ഷനുകൾ, കരിയർ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകൾ നടക്കും. ന്യൂസിലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലർമാരുമായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ആശയവിനിമയം നടത്താം. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ IPL നിന്ന് പുറത്ത്. കാലിനേറ്റ പരിക്കാണ് മുംബൈ ഇന്ത്യൻസ് താരത്തിന് തിരിച്ചടിയായത്. ഈ IPL അരങ്ങേറ്റം കുറിച്ച മലപ്പുറം സ്വദേശിയായ വിഘ്നേഷ് 5 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ചെന്നൈക്കെതിരെ 3 വിക്കറ്റുമായി സ്വപ്നതുല്യമായ അരങ്ങേറ്റമായിരുന്നു മലയാളി താരത്തിൻ്റെത്. സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകുമെങ്കിലും വിഘ്നേഷ് ടീമിനൊപ്പം തുടരുമെന്ന് മുംബൈ ഇന്ത്യൻസ് അറിയിച്ചു. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.